ഹായ് കൂട്ടുകാരെ, ഷെൽവീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെയൊക്കെ വീടുകളിൽ ഒരുപാട് പാത്രങ്ങൾ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റാണ്ട് നമുക്ക് ഇരിക്കുന്നുണ്ടാവും. അതായത് നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ. ആ പാത്രങ്ങൾ നമുക്ക് അതിൻ്റെ കോട്ടിങ്ങൊക്കെ ഇളകി തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കാറില്ല. അത് പിന്നെ നമ്മൾ മാറ്റി അവിടെ വയ്ക്കും. അപ്പം അത് നമുക്ക് എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും, പിന്നെ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും, അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. നമ്മളുടെ പാത്രം എടുത്തിട്ടുണ്ട്, കണ്ടോ. ഇതിൻ്റെ കുറേ ഭാഗങ്ങൾ ഇങ്ങനെ കൊഴിഞ്ഞു പോയി, കോട്ടിങ്ങൊക്കെ പോയി തുടങ്ങി. ഞാനിപ്പോൾ ഉപയോഗിക്കാറൊന്നുമില്ല, ഇത് മാറ്റി വെച്ചേക്കായിരുന്നു. ഇങ്ങനത്തെ ഒരു 2-3 എണ്ണം നമ്മുടെ വീട്ടിലുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഇത് ചെറുതായിട്ട് ഞാനൊന്ന് ഉരച്ച് നോക്കിയതാണ് ഇത് പോകുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് നോക്കാം. നമുക്ക് വീട്ടിലേക്ക്. കണ്ടോ, ക്ലീൻ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു മാസ്ക് വയ്ക്കുന്നത് നല്ലതാണ്. നമ്മൾ വെള്ളം ഉപയോഗിച്ചിട്ടല്ല ഇത് ചെയ്യുന്നത്. അതിൻ്റെ കംപ്ലീറ്റ് അതിൻ്റെ ഈ കോട്ടിങ് നമ്മൾ വെള്ളം ഇല്ലാണ്ടാണ് ഇളക്കി കളയുന്നത്. അതുകൊണ്ട് നമ്മൾ കഴിവതും മാസ്ക് വയ്ക്കുക. ക്ലീൻ ചെയ്യാനായിട്ട് സ്ക്രബ്ബറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളൊന്നും ഇതിനകത്ത് ഒഴിക്കുന്നില്ല കേട്ടോ. ഇതുകൊണ്ട് നമ്മൾ ഉരച്ച് കഴുകിയെടുക്കാനാണ് പോകുന്നത്. ഉരച്ചെടുക്കാൻ നോക്കുന്നത്. നമ്മൾ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഉണ്ടോ, ഞാൻ ഉരയ്ക്കുമ്പോൾ തന്നെ അത് ഉണ്ടോ, അതിൻ്റെ കോട്ടിങ് പോയി വരുന്നുണ്ടോ. ഇതുപോലെ നമുക്ക് ഉരയ്ക്കാം. നമ്മൾ ഉരച്ചപ്പോൾ നമുക്ക് ഇതിൻ്റെ പൊടിയാണ് കേട്ടോ. അതാണ് ഞാൻ മാസ്ക് വയ്ക്കാൻ പറഞ്ഞത്. ഇത് പൊടി കണ്ടോ, പൊടിയൊക്കെ നമുക്ക് ഇതിലേക്ക് കുടഞ്ഞിടാം. ഇതിൽ ഉരച്ചെടുക്കാൻ പറ്റാത്ത ഒരു ഇത് വരുമ്പോൾ നമ്മൾ ടീസ്പൂണോ അങ്ങനെ എന്തെങ്കിലും സ്പൂൺ ഇട്ടൊന്ന് റെഡിയാക്കി എടുത്താൽ മതി. ഒന്നുകൂടി ഉരച്ചെടുക്കാം നമുക്ക്. കണ്ടോ, നമ്മൾ ഇത്രയും ഇങ്ങനെ ഉരച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. കണ്ടോ, ഇനി ഇത് നമുക്ക് പറ്റാത്ത, ഇതുകൊണ്ട് ഉരച്ചാൽ കിട്ടാത്ത നമുക്ക് സ്പൂൺ കൊണ്ട് ഉരച്ചെടുക്കാം. കണ്ടോ, സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഉരച്ചാൽ കംപ്ലീറ്റ് ഇങ്ങോട്ട് വരുന്നത്. നമ്മൾ ഇത്രയ്ക്കൊന്ന് ആക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള ഈ സൈഡിലുള്ളതൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ബാക്കിയുള്ളത് നമുക്കിങ്ങനെ ഉരച്ചരച്ച് കളയാം. സ്പൂൺ കൊണ്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ എല്ലാം പൊക്കോളും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, ഞാൻ സ്പൂൺ കൊണ്ടും സ്ക്രബ്ബർ കൊണ്ടുമാണ് നമ്മൾ ഉരച്ചെടുത്തേക്കുന്നത്. പറ്റാത്ത നമ്മൾ സ്പൂൺ കൊണ്ട്, ടീസ്പൂണാണ് എടുത്തത്, സ്പൂൺ കൊണ്ട് നമ്മൾ ഉരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാക്കി നമ്മൾ ഒന്നും കൂടി ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം നമുക്ക്. അപ്പം നമ്മൾ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ബാക്കി നമ്മൾ ഇളകി പോവാത്തതൊക്കെ നമ്മൾ സ്പൂൺ കൊണ്ടാണ് ഇളക്കിയെടുത്ത് കളഞ്ഞത്. അപ്പോൾ എപ്പോഴും നമ്മൾ മാസ്ക് ഉപയോഗിക്കണം. കയ്യിൽ നമ്മൾ ഗ്ലൗസ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, കൈ വൃത്തിയായിട്ട് കഴുകിയാൽ മതി. ഞാൻ ഓരോ പ്രാവശ്യം കൈ കഴുകുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ മാസ്കും ഞാൻ കണ്ണടയും വെച്ചിട്ടുണ്ട്. അത് കാരണം നമുക്ക് കുഴപ്പമില്ല, ഇത് വിഷമല്ലേ, നമ്മുടെ ഉള്ളിൽ പോകാൻ ചാൻസ് ഉണ്ട്. അത് കാരണം കൊണ്ട് നമ്മൾ മാസ്ക് വയ്ക്കാൻ പറയുന്നത്. ഇനി ഒന്നും കൂടെ നമുക്കൊന്ന് ഉരച്ച് റെഡിയാക്കി എടുക്കാം. അപ്പം നമ്മൾ ഇത് ഇങ്ങനെ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ കഴുകിയെടുക്കണത്. അപ്പോൾ അതിനകത്തുള്ള പൊടി കണ്ടോ, പൊടി നമ്മളിത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ പൊടിയൊന്നും നമ്മുടെ മൂക്കിലേക്കും വായിരിക്കൊന്നും പോകാൻ പാടില്ല, കണ്ണിലേക്ക് വരെ വീഴാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ മാസ്ക് വയ്ക്കണമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഗ്ലൗസ് ഇടാം. ഞാനും ഗ്ലൗസ് ഇല്ലാത്ത കാരണം കൊണ്ട് ഇടാത്തത് കേട്ടോ. പിന്നെ ഗ്ലൗസ് ഇട്ടാൽ ഇതൊന്ന് ചിരണ്ടി എടുക്കാനും ബുദ്ധിമുട്ടാണ്. പിന്നെ ഇത് നമുക്ക് വൃത്തിയാക്കി എടുക്കാനായിട്ട് പിന്നെ ഇതിന് നമ്മുടെ അപ്പക്കാരം, വിനാഗിരി, ഡിഷ് വാഷ് ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് വൃത്തിയായിട്ട് ഉരച്ച് കഴുകിയെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മളെപ്പോഴും മാസ്കൊക്കെ വെക്കേണ്ടതാണ്. അപ്പോൾ നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. നമുക്ക് ഇതിലേക്ക് കുറച്ച് ഡിഷ് വാഷ് ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. നമുക്കൊന്ന്
കഴുകിയെടുക്കാം കേട്ടോ. ഇതെപ്പോഴും നമ്മൾ പുറത്ത് വെച്ച് ചെയ്താൽ മതി കേട്ടോ. അത് നല്ലത്. സിങ്കിലൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പൊടിയും അഴുക്കൊക്കെ അതിലേക്കാവും. പിന്നെ നമ്മൾ നല്ല പാത്രങ്ങളൊക്കെ അവിടെ കൊണ്ട് കഴുകുന്നതല്ലേ, പുറത്താകുമ്പോൾ നല്ലതാണ്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക്. 2-3 ട്രിപ്പ് ഇങ്ങനെ ഒന്ന് കഴുകിയെടുക്കാം നമുക്കിതേ ഹാൻഡ് വാഷ് കുറച്ച് നമുക്ക് നമ്മുടെ കയ്യിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കൈ വൃത്തിയായിട്ട് കഴുകുക. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വൃത്തിയായിട്ട് കൈ കഴുകുക. എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ വൃത്തിയായിട്ട് കുളിക്കുക. നമ്മുടെ ദേഹത്തൊക്കെ പൊടി പറ്റി പിടിച്ചിരിക്കുന്നുണ്ടാവും. നഖത്തിലൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഗ്ലൗസ് ഇടാത്ത കാരണം ഇതൊക്കെ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. നഖത്തിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഇങ്ങനെ ബ്രഷ് ഇട്ട് നന്നായിട്ട് ഒന്ന് ഉരച്ച് കഴുകി കളഞ്ഞാൽ മതി കേട്ടോ. 2 കൈയിലും നന്നായിട്ടൊന്ന് ഉരച്ച് നഖത്തിൻ്റെ ഉള്ളിലുള്ളൊക്കെ ഒന്ന് കളയുക. നഖം ഇല്ല എനിക്ക്. അപ്പോൾ നമുക്ക് ഈ ചിരണ്ടി എടുക്കാനുള്ള ബുദ്ധിമുട്ട് ഉള്ള ആൾക്കാരുണ്ടല്ലോ, നമ്മുടെ പാത്രം. അപ്പോൾ അത് നമുക്ക് വേറൊരു ഐഡിയയും കൂടെ ഉണ്ട് കേട്ടോ. പിന്നെ അത് നമുക്ക് വിനാഗിരി, അതുപോലെ തന്നെ അപ്പക്കാരം, പിന്നെ നമ്മുടെ ഡിഷ് വാഷ് ഇതൊക്കെ ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വന്നിട്ടൊന്ന് ഉരച്ച് വൃത്തിയാക്കി കഴുകിയെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പാത്രം ക്ലീനായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ കടായി നമ്മൾ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടോ. നന്നായിട്ട് വൃത്തിയായില്ലേ. ഇതിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ പുറം ഭാഗം ഒന്നും ചെയ്യേണ്ട കേട്ടോ. അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ, അതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഒരെണ്ണോടെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഉണ്ടോ, ഇത് ഞാൻ ചെയ്ത് വെച്ചിട്ട് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇതിനൊന്നും ചെയ്തിട്ടുണ്ടായില്ല. ഇത് ഇപ്പോൾ നമ്മളൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് കണ്ടോ. 2 എണ്ണം നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ എത്ര രൂപ കൊടുത്താണ് ഇതൊക്കെ മേടിക്കുന്നത്? ഒരുപാട് കാശൊക്കെ നമ്മൾ 1000-1500 രൂപ കൊണ്ട് കൊടുത്തിട്ടാണ് നമ്മളിത് ഓരോന്ന് മേടിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒന്ന് വെടുപ്പാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. ഒന്നും കൂടി നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് കുറച്ച് ചെറുനാരങ്ങ നീരിങ്ങനെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ലേശം വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ പഴയ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് എന്തിനാണ് നമ്മൾ കളയുന്നത്? അപ്പോൾ കളയണ്ട, നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്, മാറ്റി കൊടുക്കാം. ഇതാ മറ്റേ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കൊരു മുട്ട വറുത്തെടുക്കാം. അതേ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ, ബൈ ബൈ.